അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പല സാഹചര്യങ്ങളിലും നേതൃസ്ഥാനത്ത് ഇടപെടുന്നവരായിരിക്കും. യഥാർത്ഥ നേതാവിനുണ്ടാവേണ്ട ഗുണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപം ഒരു അഅറാബി വരികയുണ്ടായി. വന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിരുന്ന പരുക്കൻ കരയുള്ള ഷാൾ ശക്തിയായി പിടിച്ചു വലിക്കാൻ നോക്കി. അത് കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേദന ഉണ്ടാവുകയും തങ്ങളുടെ ചുമലുകളിൽ അതിന്റെ അടയാളം പതിയുകയും ചെയ്തു. അതിനു പുറമെ വന്നയാൾ പറഞ്ഞു, മുഹമ്മദേ, നിന്റെ അടുത്തുള്ള അള്ളാഹുവിന്റെ മുതലിൽ നിന്ന് ഈ 2 ഒട്ടകപ്പുറത്ത് കയറ്റിക്കൊണ്ടുപോകാൻ മാത്രമുള്ള ചരക്കുകൾ എനിക്ക് നൽകണമെന്ന്. അത് നിങ്ങളുടെയോ നിങ്ങളുടെ പിതാവിന്റെയോ സ്വത്തൊന്നുമല്ലല്ലോ എന്നുകൂടെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്പസമയം മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, സ്വത്ത് അള്ളാഹുവിൻ്റെതും ഞാൻ അവന്റെ ദാസനുമാണ്. പക്ഷേ നീ എന്നോട് മോശമായി പെരുമാറിയതിന് എനിക്ക് തിരിച്ചു പ്രതികാരമെടുക്കണം. ആ മനുഷ്യൻ പറഞ്ഞു, അത് പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണം ആരാഞ്ഞു. അപ്പോൾ ആ അഅറാബി പറഞ്ഞ വാക്ക് അവിടുന്ന്, അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിന്മയെ തിന്മ കൊണ്ട് നേരിടുകയില്ല. നോക്കണം. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരി തൂകി. എന്നിട്ട് ഒരു ഒട്ടകത്തിന് ചുമക്കാൻ പറ്റുന്ന യവവും മറ്റൊരു ഒട്ടകത്തിന് ചുമക്കാൻ പറ്റുന്ന കാരക്കയും നൽകാൻ വേണ്ടി കൽപ്പിച്ചു. നോക്കൂ നിങ്ങൾ, യഥാർത്ഥ നേതാവിൽ നിന്ന് പ്രകടമായ രീതി എങ്ങനെയെന്ന്. വിഷമിപ്പിച്ചപ്പോഴും ബുദ്ധിമുട്ടിപ്പിച്ചപ്പോഴും തിരിച്ചു നൽകിയത് പുഞ്ചിരിയും നല്ല സ്നേഹവും പരിഗണനയുമാണ്. യഥാർത്ഥത്തിൽ നേതാക്കന്മാർക്കുണ്ടാവേണ്ടതും ഇതുതന്നെയാണ്. അണികളുടെ ഭാഗത്തു നിന്ന് പലതും ഉണ്ടാകും, സംസ്കാരമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാകും. അവരോടൊക്കെയും ക്ഷമയും സഹനവും നല്ല സമീപനവും നേതാവിനുണ്ടാവണം. അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.